പറയട്ടെ. ഒരു രാജ്യത്തിന് അതിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള കുറെ ബിംബങ്ങളുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഗ്രീക്ക് സംസ്കാരത്തിനെ നോക്കൂ, അവർക്ക് ഗ്രീക്ക് ദേവതമാരുണ്ട്. അവിടെയുള്ളത് ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ആൾക്കാരല്ല, പക്ഷേ ഗ്രീക്ക് ദേവതകളെ അവരെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് എടുക്കുന്നുണ്ട്. റോമിലേക്ക് പോകും, റോമൻ ദേവതകളുണ്ട് അല്ലേ ഇറ്റലിയിൽ. അവരെ എങ്ങനെയാണ് കാണുന്നത്? അവിടെയുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും അവർ സ്വാംശീകരിച്ച് അതിനെ അവരുടേതായിട്ട് കരുതുകയാണ്. ഇന്ത്യയിൽ വരുന്ന സമയത്ത് മാത്രം അത് പറ്റില്ല. അന്നേരം ഇവിടെ മതം വേണം, അന്നേരം ഇവിടെ ഞങ്ങൾക്ക് അത് പറ്റില്ല, ഞങ്ങളുടെ വിശ്വാസം ഇങ്ങനെയാണ്. അപ്പൊ നമ്മുടെ പണിക്കർജി പറയുന്നത് ലാൻഡിനൊരു കൾച്ചറുണ്ട്, അതായത് ഇന്ത്യക്കൊരു പൈതൃകം സംസ്കാരമുണ്ട്. അതിനെ ഈ രാജ്യത്തുള്ള എല്ലാവരും ജാതി മത ഭേദമന്യേ സർവാത്മന അംഗീകരിച്ചെങ്കിൽ മാത്രമേ അവരെല്ലാം ദേശസ്നേഹികൾ, രാജ്യത്തോട് കൂറുള്ളവരാകൂ എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ആകത്തുക. ജിയോടെ ഒറ്റ കാര്യം ചോദിക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം, അതിന്റെ സംസ്കാരം, അതിന്റെ വൈവിധ്യമൊക്കെ രൂപപ്പെട്ടത് ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ അടിത്തറയിൽ മാത്രമാണോ? ഏതെങ്കിലും ഒരു വിശ്വാസധാരയുടെ അടിസ്ഥാനത്തിൽ മാത്രം? അങ്ങനെയാണോ? ഇന്ത്യയുടെ പൈതൃകം എന്ന് പറഞ്ഞാൽ ഒരു ആശയത്തിന്റെ അടിത്തറയിൽ മാത്രമല്ല. ഇപ്പം ശ്രീത്ത് പണിക്കർ ഇന്ത്യയുടെ ചരിത്രം എഴുതാൻ പോവുകയാണ്, ഭൂതകാല ഇന്ത്യയുടെ ചരിത്രം. 12ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന ലോകസഞ്ചാരിയായ അൽബിറുനിയുടെ താരീഖ് ഹിന്ദ് മാറ്റിവെച്ചിട്ട് ഇന്ത്യക്ക് ഒരു ചരിത്രം എഴുതാൻ ശ്രീത്ത് പണിക്കരെ കൊണ്ട് പറ്റുമോ? ഇല്ല. ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഇബ്നു ബത്തൂത്തയുടെ റിഹില എന്ന് പറയുന്ന ഗ്രന്ഥം മാറ്റിവെച്ചിട്ട് ഇന്ത്യയുടെ ഒരു ഭൂതകാല ചരിത്രം എഴുതാൻ ശ്രീത്ത് പണിക്കറിന് പറ്റുമോ? ഇല്ല. 12ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന അൽബിറുന് പറഞ്ഞത് അന്നത്തെ കാലത്ത് ഇന്ത്യയിലുള്ള ഭൂരിപക്ഷ മനുഷ്യരുടെയും വിശ്വാസം എന്നുള്ളത് നിരാമയനും നിരാകാരനുമായ ഏക ബ്രഹ്മം, ഏകനായ ദൈവത്തെ വിശ്വസിച്ചിരുന്നവരാ. അവര് ബിംബങ്ങളെ ആരാധിക്കാറില്ല. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന, രാജ്യത്ത് കാണുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്ന തരത്തിലുള്ള അത്തരം ഒരു വിശ്വാസങ്കല്പങ്ങളില്ലാത്തൊരു ഭൂതകാല ഇന്ത്യയിലെ മനുഷ്യരുടെ ചരിത്രം ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, അതൊക്കെ നമ്മുടെ 12ാം നൂറ്റാണ്ടിലല്ലേ. ഗാന്ധിജിയുടെ അമ്മ പുത്ലിബായി ഏത് കാലഘട്ടത്തിൽ ജീവിച്ച? ഗാന്ധിജിയുടെ അമ്മയായ പുത്ലിബായിയൊക്കെ പ്രാണ എന്ന, ഗുജറാത്തിൽ ആവിർഭവിച്ച പ്രാണ എന്ന മതത്തിന്റെ ഭാഗമായിരുന്നു. എന്താ പ്രാണ എന്ന മതത്തിന്റെ വിശ്വാസം? ബിംബങ്ങൾ വെക്കാറില്ല, വിഗ്രഹാരാധന അവർക്ക് അന്യമാണ്. നിരാമയനും നിരാകാരനുമായ ദൈവത്തെയാണ് അവർ വിശ്വസിക്കുന്നത്, ഏക ബ്രഹ്മം. ഓക്കെ. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹിന്ദു മതത്തിലെ ആശയധാരേത ആര്യസമാജക്കാരാണ്. ആര്യസമാജക്കാരുടെ വിശ്വാസം നിരാമയനും നിരാകാരനുമായ ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. അവർ വിഗ്രഹാരാധന നടത്താറില്ല. അതൊക്കെ അങ്ങോട്ട് പോട്ടെ. ഇന്ന് എല്ലാ ജില്ലകളിലും സ്ഥാപനമുള്ള ബ്രഹ്മകുമാരീസിന്റെ വിശ്വാസം എന്താണ്? ഒരു ചിത്രമെങ്കിലും അവർ വെക്കാറുണ്ടോ? ഇല്ല. അപ്പൊ ഏക ബ്രഹ്മം, ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസധാര കൂടി ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നിൽ നിന്നും മാത്രം രൂപപ്പെട്ടതല്ല, ഒരു സംസ്കാരത്തിൽ മാത്രം രൂപപ്പെട്ടതല്ല. പിന്നെ ഇന്ത്യയുടെ സംസ്കാരം പറയുമ്പോൾ പലപ്പോഴും ഈ ശ്രീത്ത് പണിക്കർ അടക്കമുള്ള ആളുകൾക്ക് ഭയങ്കര ആത്മഹർഷമാണ്. ഇന്ത്യയുടെ ഭൂതകാല ചരിത്രം, സംസ്കാരം എന്നുള്ളത് എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ പണിക്കരെ? ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഇരയാക്കപ്പെട്ടതും വേട്ടയാടപ്പെട്ടതും ഈ സംസ്കാരത്തിന്റെ പേരില്ല. ആണോ? അല്ലേ? സതി രൂപപ്പെട്ടത് അഫ്ഗാനിസ്ഥാനിലെ, ഇറാഖിലെ, ഇറാനില്ല. നമ്മുടെ രാജ്യത്താണ് സതി രൂപപ്പെട്ടത്. അത് അനാചാരമാണെന്ന് എപ്പോഴാണ് പറയാൻ തുടങ്ങിയത്? അതിന് ധ്വംസിച്ചപ്പോൾ ആ ആചാരത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതിന് ശേഷമാണ് അത് അനാചാരമായത്. അന്നും തെരുവിലിറങ്ങിയിരുന്നു ലക്ഷക്കണക്കിന് മനുഷ്യർ ആചരിക്കാൻ വേണ്ടി, സതി ആചരിക്കാൻ വേണ്ടി. ഇല്ലേ? ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ദേവദാസി സമ്പ്രദായം ഏത് രാജ്യത്ത് രൂപപ്പെട്ടതാ? നിങ്ങൾക്കും എനിക്കും അറിയാം. നമ്മുടെ രാജ്യം നിരോധിച്ച സംഗതിയാണ്. ഇന്നും കർണാടകയുടെ ഉൾഗ്രാമങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന ദേവദാസി സമ്പ്രദായം ഉഗാണ്ടയിൽ നിന്ന് വന്നതാ, നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടതാ. EMSന്റെ ഓട്ടോബയോഗ്രഫി വായിച്ചിട്ടുണ്ടോ? EMSന്റെ അതിനകത്ത് അദ്ദേഹം പറയുന്ന പാണ്ഡവാചാരം എന്ന് പറഞ്ഞ വിവാഹം നമ്മുടെ കേരളത്തിലേക്ക് ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയെ ചേട്ടന്റെ അനുജനും കൂടെ വിവാഹം കഴിക്കുക. ഞാൻ നുണ പറയുകയാണെങ്കിൽ EMSന്റെ ഓട്ടോബയോഗ്രഫി എടുത്ത് വായിച്ചോ. പാണ്ഡവാചാരം നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു. ഒരു സ്ത്രീയെ ചേട്ടനും അനുജനും കൂടെ വിവാഹം കഴിക്കുക. അങ്ങനെ പലതും നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഭൂതകാല സംസ്കാരങ്ങളിലേക്കും പൈതൃകങ്ങളിലേക്കും പോകണമെങ്കിൽ എല്ലാം ഒന്നും നമുക്ക് ആത്മഹർഷം ഉണ്ടാക്കുന്ന സംഗതികളല്ല. പിന്നെ ഈ രാജ്യത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏതൊരു പൈതൃകവും സംസ്കാരവും പല ദേശങ്ങളിൽ നിന്നും വന്ന മനുഷ്യർ നമ്മുടെ ജനങ്ങളുമായി കൂടിച്ചേർന്നുണ്ടായ അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇതെല്ലാം. പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങില്ല. ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ഈ സംസ്കാരത്തിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട, അധകൃതരാക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട ജനങ്ങളായിരുന്നു. അതിൽ നിന്നൊക്കെ മോചനം കിട്ടിയത് എങ്ങനെയാണ്? മറ്റ് സംസ്കാരങ്ങളും കൂടി നമ്മളിലേക്ക് ലയിച്ചപ്പോഴാണ്. അപ്പൊ ഒരു സംസ്കാരം മാത്രമല്ല. ഇപ്പൊ മണിക്കാർ, നിങ്ങൾ ആവർത്തിച്ച് ലാൻഡിന്റെ കൾച്ചർ എന്ന് പറയുന്നു. നമ്മുടെ രാജ്യത്തിന്റെ സംസ്കൃതി, സംസ്കാരം എന്നുള്ളത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ വിശ്വാസത്താൽ മാത്രം രൂപപ്പെട്ട ഒന്നാണോ? അങ്ങനെയാണ് എന്ന് പണിക്കർജി വിശ്വസിക്കാനുള്ള കാരണം നമ്മുടെ പുരാണ ഇതിഹാസ കഥാപാത്രങ്ങൾ മുഴുവനും ഭാരതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് അല്ലെ? കഥാപാത്രങ്ങൾ അല്ലെ? ആ കഥാപാത്രങ്ങളെ കുറിച്ച് ഭാഗവതം പറയുന്നത് കഥ ഇമാസ്തേ കഥിത മഹീയസം എന്നുള്ളതാണ്. പുരാണ ഇതിഹാസങ്ങളിലുള്ള കഥാപാത്രങ്ങൾ മുഴുവനും ജീവിച്ചിരുന്നവരാണെന്ന് ഒരിക്കലും നീ തെറ്റിദ്ധരിക്കേണ്ട. മറിച്ച്
നാം നിങ്ങൾക്ക് നന്മ ഉപദേശിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള പ്രതീകാത്മക ബിംബങ്ങളാണ് എന്ന് ഭാഗവതം തന്നെ പറഞ്ഞു വെക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ഐതിഹ്യമായിട്ട് പോലും അതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കൃതി സംസ്കാരം എന്നുള്ളത് പണിക്കർജിക്ക് മാത്രം, അല്ലെങ്കിൽ ആ ആശയം കൊണ്ട് നടക്കുന്നവർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറയുന്നു. എന്നാൽ ചരിത്രപരമായിട്ട് നോക്കുമ്പം ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കാണെങ്കിലും ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്കാണെങ്കിലും പണിക്കർജിക്ക് എത്രത്തോളം ഇന്ത്യയുടെ സംസ്കൃതിയിൽ അവകാശമുണ്ടോ അത്രത്തോളം അവർക്ക് അവകാശമുണ്ട്. എന്തുകൊണ്ട്? അവരുടെയൊക്കെ മഹാപുരുഷനായ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ പ്രവാചകനായ ആദം അലൈഹിസ്സലാം കടന്നുപോയ മണ്ണുകൂടിയാണ് നമ്മുടെ ഈ ഭാരതം, നമ്മുടെ ഇന്ത്യ. അദ്ദേഹം 40 ഹജ്ജ് ചെയ്തതിൽ 39 ഹജ്ജും ഇന്ത്യയിൽ നിന്ന് പോയിട്ടാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മലയുണ്ട്, ആദം മല, സിലോണിൽ, ശ്രീലങ്കയിൽ. അന്ന് ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഇതൊന്നും അതിരുകളില്ലാത്ത നാടായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലാണ് ആദം ആദ്യമായി വന്ന് ഉദയം കൊണ്ട്. അത് മാത്രമല്ല, മറ്റൊരു രസകരമായ തെളിവ് കൂടിയുണ്ട്. ഈ മനുഷ്യർക്ക് ഇംഗ്ലീഷിൽ മെൻ എന്ന് പറയും, അറബിയിൽ ഇൻസാൻ എന്ന് പറയും. എന്നാൽ ലോകത്ത് ഒരേ ഒരു ഭാഷയിൽ മാത്രമാണ് മനുഷ്യന് ആദം എന്ന പ്രയോഗമുള്ളത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം തൂ മേര ആദം മേര ആദമി, ആദം എന്ന മനുഷ്യർക്ക് ആദം എന്നുള്ള പ്രയോഗമുള്ളത്. ആ പ്രയോഗത്തിന്റെ ഉത്സാരം തേടിപ്പോയാൽ പോലും അത് ആദമിലേക്ക് എത്തും. അപ്പം ഒന്നാമത്തെ മനുഷ്യനും ഒന്നാമത്തെ പ്രവാചകനുമായ ആദം അലി ഇസ്ലാമിന്റെ കോൺസെപ്റ്റിൽ അവർ ഇന്ത്യ മഹാരാജ്യത്ത് കടന്നുപോയ മനുഷ്യനാണ്. അപ്പം മുസ്ലിമീങ്ങൾക്കും ഈ പൈതൃകത്തിൽ അവകാശം പറയാൻ പറ്റൂലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറഞ്ഞു പോകലല്ല പണിക്കരെ വേണ്ടത്. മറിച്ച് നമ്മളെല്ലാം ഉൾക്കൊള്ളണം. ഉൾക്കൊള്ളുമ്പോൾ തന്നെ നമ്മുടെ ആശയങ്ങൾ ഒരിക്കലും നമ്മൾ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കലല്ല. ഭൂമിയെ ദേവിയായി, അമ്മയായി കാണുന്ന ഒരു സങ്കല്പമുണ്ട്. അവരങ്ങനെ വിശ്വസിച്ചോട്ടെ. അതിനപ്പുറത്തേക്ക് ഭൂമിയായി കാണുന്നതിന്, പശുവിനെ പശുവായിട്ട് കാണുന്നത്, തൊഴുത്തിനെ തൊഴുത്തായിട്ട് കാണുന്നത്, പാമ്പിനെ പാമ്പായിട്ട് കാണുന്ന മനുഷ്യരിവിടെ ഉണ്ട്. അവർക്ക് ഇഷ്ടമായ ഒരു പടച്ച തമ്പുരാൻ, ഏക ബ്രഹ്മമുണ്ട്. അവരതിൽ ലയിച്ചോട്ടെ. നമ്മൾ നമ്മുടെ വിശ്വാസമായിട്ട് പോയിക്കൂടെ? ആളുകളുടെ കഴുത്തെ പിടിച്ചിട്ട് അത് വിശ്വസിക്കണമെന്ന് പറയുന്ന, അത് വിശ്വസിക്കാത്തവരൊക്കെ ഇങ്ങനെ, ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ പടവെട്ടിയല്ലോ, ഒരുപാട് ആളുകൾ. ഇപ്പം നോക്കൂ, മലബാറിൽ വലിയ സമരം നടക്കുന്ന സമയത്ത് മോയിൻകുട്ടി വൈദ്യരുടെ ബദർകിസ്സ പാട്ട് നിരോധിച്ചിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവര് ഈ ബദർകിസ്സ പാട്ടുകൾ ഇങ്ങനെ പാടി അതിൽ നിന്ന് ആവേശം കൊണ്ടിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന കണ്ടപ്പം അവരെ നിരോധിച്ചിരുന്നു. അപ്പം ഒരു കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ രാജ്യസ്നേഹികളായ ആളുകൾ ബദർകിസ്സ പാട്ട് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് അതിപ്പം ബാക്കിയുള്ളവരെല്ലാം, രാജ്യസ്നേഹികളായ ആളുകളെല്ലാം അത് പാടണം, അത് ആലപിക്കണം. അങ്ങനെയല്ല രാജ്യസ്നേഹം ഉണ്ടാകുന്നത്. രാജ്യസ്നേഹം എന്നുള്ളത് നോക്കൂ, അത് ആരെങ്കിലും വന്ദേമാതരം ചെയ്തുകൊണ്ട് കൊടി പിടിച്ചുകൊണ്ടെന്നാവൂല. രാജ്യത്തിന് അനുഗുണമായ രൂപത്തിൽ പ്രവർത്തിക്കുക. വാക്കാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും സമ്പത്താണെങ്കിലും രാജ്യത്തിന് അനുഗുണമാകുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാ. നോക്കൂ, നിങ്ങൾ BJP-യുടെ നേതാവ് കൊടുങ്ങലുള്ള ഒരുത്തനെയല്ലേ കള്ളനോട്ട് അടിക്കുന്നതിന്റെ പേരിൽ രാജ്യവിരുദ്ധ പ്രവർത്തനമല്ലേ? അല്ലേ? രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയല്ലേ? അതൊരു മുസൽമാന് ക്രിസ്ത്യാനി ചെയ്താൽ അവർക്ക് പിന്നെ രാജ്യസ്നേഹം ഇല്ലെന്ന് പറയാം. നമ്മുടെ രാജ്യസ്നേഹമുള്ള അവസ്ഥ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ അഭിനവ രാജ്യസ്നേഹമൊന്നും ആരെയും പറഞ്ഞ് പഠിപ്പിക്കല്ലേ ജി.